ആരെയും അമ്പരിപ്പിക്കുന്ന കൺസ്ട്രക്ഷൻ ഐഡിയകൾ. ഹായ് ഗായ്സ്, ഒരു വീട് എല്ലാവരുടെയും സ്വപ്നമായിരിക്കും. അതെങ്ങനെ വേണം, എത്ര മുറികൾ ഉണ്ടാവണം, എന്തൊക്കെ സൗകര്യങ്ങൾ വേണം, അങ്ങനെ നമുക്ക് ധാരാളം പ്ലാനുകൾ കാണും. എന്നാൽ അതിന്റെ നിർമ്മാണ പ്രവൃത്തി ഉൾപ്പെടെ കൃത്യമായി എങ്ങനെ വേണമെന്ന് പ്ലാൻ ചെയ്യാൻ നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് കൺസ്ട്രക്ഷൻ ഐഡിയകൾ അറിയണ്ടേ? അപ്പോൾ പിന്നെ ഫാക്സ് മോജോയ്ക്ക് അതേപ്പറ്റി പറയാതിരിക്കാനാവില്ലല്ലോ. നാണയങ്ങൾ കൊണ്ട് തറയുണ്ടാക്കുന്ന രീതിയും, ഓടി നടന്ന് മീറ്റർ ടേപ്പുകൾ പിടിച്ച് വലയാതെ ഈസിയായി അളവെടുക്കുന്നതും, ചുമരുകൾ ലാമിനേറ്റ് ചെയ്യുന്നതും, റൂഫും ചുമരും ഫോം ഉപയോഗിച്ച് ഇൻസുലേറ്റ് ചെയ്യുന്നതും പോലെയുള്ള ധാരാളം കാഴ്ചകളുമായാണ് ഇന്ന് നിങ്ങളുടെ ഈ കൂട്ടുകാരൻ എത്തിയിരിക്കുന്നത്. ഇത് കണ്ടു കഴിയുമ്പോൾ നമുക്കെന്താ വിജയ ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത എന്ന് നിങ്ങൾ ചിന്തിക്കും. അപ്പൊ പിന്നെ തുടങ്ങുമല്ലേ? വെൽക്കം ടു ഫാക്സ് മോജോ. നമ്പർ 10, നാണയങ്ങൾ കൊണ്ട് തറയൊരുക്കാം. നമ്മുടെ വീട്ടിലെത്തുന്ന ഏതൊരാളെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു ഫ്ലോറിംഗ് മെറ്റീരിയൽ വേണമെന്നുണ്ടോ? അങ്ങനെ വേണമെങ്കിൽ സാധാരണമല്ലാത്ത ഏതെങ്കിലും വസ്തുക്കൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതായി വരില്ലേ? ഉദാഹരണത്തിന് ഈ കാണുന്ന മനുഷ്യനെ പോലെ നിങ്ങൾക്കും കോയിൻ ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് ഈ പ്ലാൻ ഇഷ്ടമാണെങ്കിൽ ആദ്യം എത്ര രൂപ മൂല്യമുള്ള കോയിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. ഇവിടെ ഇദ്ദേഹമാണെങ്കിൽ ബ്രിട്ടീഷ് നാണയമായ പെന്നി കോയിനാണ് തറയിടാനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിന്റെ വിസ്തീർണം കണക്കാക്കിയാൽ എത്ര കോയിൻ വേണമെന്ന് നമുക്ക് തന്നെ ഓൺലൈനായി എളുപ്പത്തിൽ കണക്കാക്കാം. ഇനി നല്ലൊരു കൺസ്ട്രക്ഷൻ ഗ്ലൂ നീളത്തിൽ പുരട്ടി അത് ഉണങ്ങുന്നതിന് മുൻപ് കോയിനുകൾ നിരത്തണം. ഗ്ലൂ ഉണങ്ങിക്കഴിഞ്ഞാൽ വെള്ള നിറവും മാറി അത് കൂടുതൽ ട്രാൻസ്പെറന്റ് ആയി മാറും. ഈ മൊത്തം ഫ്ലോറിംഗ് പരിപാടിയിലും വെച്ച് ഏറ്റവും പ്രയാസമുള്ളത് കോയിൻ നിരത്തുന്നത് തന്നെയാണ്. അത് കഴിഞ്ഞാൽ ഗ്രൗട്ടിംഗ് ആണ്. ഇത് നാണയത്തിനിടയിലേക്ക് വെള്ളം കയറാതെ ഇൻസുലേറ്റ് ചെയ്യുന്നതിനും ഫൈനൽ കോട്ടിങ്ങിന് മുൻപ് ആ പ്രതലം കൂടുതൽ സ്മൂത്ത് ആകുന്നതിനും സഹായിക്കും. ഗ്രൗട്ട് നന്നായി ഉണങ്ങിയതിന് ശേഷമേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാവൂ. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എപ്പോക്സി റെസിൻ എത്ര നന്നായി മിക്സ് ചെയ്യുന്നു എന്നതാണ്. ആദ്യത്തെ ഒരു ലെയർ ഒഴിച്ച് അത് ഉണങ്ങുന്നതിന് മുൻപ് അടുത്ത കോട്ടിങ്ങിനുള്ളതും ഒഴിക്കണം. നോക്കൂ, വ്യത്യസ്തമായ ഒരു ഫ്ലോറിംഗ് റെഡിയായല്ലോ. ഇതൊക്കെ കണ്ടിട്ട് കുടുക്ക വല്ലതും പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് മതി. എന്തായാലും സംഗതി കളറായിട്ടുണ്ട് അല്ലേ? നമ്പർ 9, മെഷർമെന്റ് ഈസിയാക്കാൻ. കൺസ്ട്രക്ഷൻ വർക്കുകൾ ഏതു തന്നെ ആയാലും അതിന് കൃത്യമായി മെഷർമെന്റ് വേണമല്ലോ. സ്ഥിരമായി പണി ചെയ്യുന്നവർക്ക് അവരുടേതായ ഒരു കണക്കുകൂട്ടൽ രീതി ഉണ്ടാകും. എന്നാലും നമുക്കത് എങ്ങനെ കൃത്യതയോടെ ചെയ്യാമെന്നതിൽ ഒരു കൺഫ്യൂഷൻ കാണും. എന്നാൽ അതിനി വേണ്ട. എളുപ്പത്തിൽ അളവെടുക്കാൻ സഹായിക്കുന്ന ഈ മോഷർ 1 മെഷറിംഗ് ടൂൾ മതി. ഈ ഐറ്റം അതിന്റെ തന്നെ 3 ഡൈമെൻഷണൽ ചലനം വെച്ചാണ് അളവെടുപ്പ് നടത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഒരുവിധം എല്ലാ അളവെടുക്കലിനും ഇത് സഹായിക്കും. ഇങ്ങനെ അളന്നെടുക്കുന്ന വിവരങ്ങളെല്ലാം തന്നെ മൊബൈലിൽ സേവ് ചെയ്യാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അത് മറ്റൊരാളുമായി ഷെയർ ചെയ്യാനും വളരെ എളുപ്പമാണ്. ഉപയോഗിക്കുമ്പോൾ റൂമിന്റെ ഷേപ്പ് എന്താണ് എന്നതൊന്നും വിഷയമല്ല. ഈ ടൂള് അത് ഈസിയായി ഹാൻഡിൽ ചെയ്യും. അതായത് സങ്കീർണമായ ഷേപ്പ് ആണെങ്കിൽ പോലും അത് ഇങ്ങനെ കൊണ്ട് നടന്ന് പ്രസ് ചെയ്യുകയേ വേണ്ടൂ. മാത്രമല്ല ഇനി ഓരോ റൂമിലേക്കും വേണ്ട ഫർണിച്ചർ അളന്ന് നോക്കി തന്നെ വാങ്ങാനാകും. ഈ കിഡിലൻ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആമസോണിൽ നിന്നും വാങ്ങാവുന്നതാണ്. 6000 രൂപയ്ക്കുള്ളിലാണ് വില വരിക. ഇവിടെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. നമ്പർ 8, സ്റ്റാമ്പ്ഡ് കോൺക്രീറ്റ്. കോൺക്രീറ്റ് പ്രതലങ്ങൾ സാധാരണയിൽ ഈ കാണുന്നത് പോലെയുള്ള ഫിനിഷിംഗ് വരാത്ത രീതിയിൽ ഇങ്ങനെ ചെയ്യുന്നത് അടുത്ത കാലത്ത് വളരെ പോപ്പുലറായ ഒരു രീതിയാണ്. അതായത് വ്യത്യസ്ത വലിപ്പത്തിലുള്ള കളങ്ങളും ചതുരങ്ങളും വരുന്ന രീതിയിൽ ഫ്ലോർ ഫിനിഷ് ചെയ്യുന്ന രീതി. കൂടുതൽ ആളുകൾ ഉപയോഗിക്കാനിടയുള്ള വഴികളിലും സ്റ്റോപ്പുകളിലും നമ്മൾ ഈ രീതി കണ്ടിട്ടുണ്ടാകും. ഈ സ്റ്റാമ്പിംഗ് ചെയ്യാൻ വളരെ വ്യത്യസ്തമായ മാർഗങ്ങളുണ്ട്. ചിലത് വളരെ എളുപ്പത്തിലും ചിലത് ഇത്തിരി പണിപ്പെട്ടും തന്നെ വേണ്ടി വരുമെന്ന് മാത്രം. സ്റ്റാമ്പ്ഡ് കോൺക്രീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ചിലപ്പോൾ ചെറിയ സ്റ്റെൻസിൽ പോലെയുള്ള പാറ്റേണുകൾ കോൺക്രീറ്റിൽ പതിപ്പിച്ചിങ്ങനെ ചെയ്യാറുണ്ട്. ചുമരിലെ ഇഷ്ടികയുടെ ഷേപ്പിനെ അനുകരിക്കുന്ന വിധത്തിലുള്ള ധാരാളം സ്റ്റെൻസിലുകൾ ഓൺലൈനായി ലഭ്യമാണ്. ഈ രീതിയിൽ സ്റ്റെൻസിലിന് മുകളിലേക്ക് കോൺക്രീറ്റ് ഒഴിച്ചാണ് പണി ചെയ്യാറുള്ളത്. എന്നാൽ കോൺക്രീറ്റിന് മുകളിലേക്ക് ടെംപ്ലേറ്റ് പതിപ്പിക്കുന്ന വേറെ രീതിയുമുണ്ട്. എന്തായാലും കളം എഫക്റ്റൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ അത് വൃത്തിയായി തന്നെ ചെയ്യണം. ഇത് നോക്കൂ, ആ ഗ്ലേസിംഗ് വർക്ക് കൂടി കഴിഞ്ഞപ്പോൾ എത്ര മനോഹരമായിരിക്കുന്നുവെന്ന്. നമ്പർ 7, പാറ കഷ്ണങ്ങൾ നിരത്താൻ വേർഫൈ. ലോകത്തെമ്പാടും റോഡ് നിർമ്മാണം നടക്കുന്നത് ഒരേ തരത്തിലുള്ള ഭൂപ്രകൃതിയിലാണല്ലോ. അങ്ങനെ കഠിനമായ പാറക്കൂട്ടങ്ങൾ പൊട്ടിച്ചും റോഡ് ഉണ്ടാക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു മെഷീനാണ് വേർവൈയുടെ ഹോം H25. പക്ഷേ പാറ പൊട്ടിക്കാനല്ല, പാറ കഷ്ണങ്ങളെ ക്രഷ് ചെയ്യാനാണ് ഇത് സഹായിക്കുക. ഉയർന്ന രീതിയിലുള്ള മർദ്ദവും കമ്പനവും ഉപയോഗിച്ച് പാറകൾ ബ്രേക്ക് ചെയ്യുന്നതാണ് ഇതിന്റെ രീതി. ഇതിന്റെ സിംഗിൾ ഡ്രമ്മിൽ സ്പൈക്കുകൾ കൂടിയുള്ളതിനാൽ പണി വളരെ എളുപ്പമാകും. ഇതുപയോഗിക്കുമ്പോൾ എത്ര വലിയ കല്ലാണെങ്കിലും ഒരേപോലെ ക്രഷ് ചെയ്ത് ലെവലാക്കുന്നതിന് വളരെ എളുപ്പത്തിൽ സാധിക്കും. നമ്മുടെ നാട്ടിലെ റോഡ് പണിക്കാർക്ക് ഇത് വളരെ ഉപകാരപ്പെടും. നമ്പർ 6, ചുമർ ലാമിനേഷനുകൾ.
മുറി എത്ര ചെറുതായാലും ഒരു ഹോം തിയേറ്ററൊക്കെ സെറ്റ് ചെയ്ത് അടിച്ചു പൊളിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിൽ പലരും. എങ്കിൽ ലാമിനേഷനെ പറ്റി കൂടുതൽ അറിയണ്ടേ? ഇന്നത്തെ കൺസ്ട്രക്ഷൻ മാർക്കറ്റ് വാൾസിലും ഫ്ലോറിലും ഒക്കെയായി ഫിനിഷിംഗ് നൽകാൻ കൂടുതൽ ഓപ്ഷൻസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതും കൂടുതൽ എളുപ്പത്തിലുള്ള വഴികളിലൂടെ. അതിലൊന്നാണ് ഫ്ലോറിന് മാച്ചിങ് ആയി തന്നെ വാൾസും ലാമിനേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ ലാമിനേഷൻ ചെയ്യുന്നതിന് ധാരാളം മാർഗങ്ങളുണ്ട്. അലുമിനിയം ഫ്രെയിം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും കാര്യക്ഷമമായ രീതി. ഇതിനുവേണ്ടി ആദ്യം ജോലിക്കാർ ചെയ്യുന്നത് 50 സെന്റിമീറ്റർ അകലത്തിൽ ഗൈഡ് റെയിൽസ് ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഇത് തറയ്ക്ക് കൃത്യം ലംബമായിട്ടാണ് ചെയ്യേണ്ടത്. കൺസ്ട്രക്ഷൻ ലെവൽ ഉപയോഗിച്ച് ഇത് ചരിഞ്ഞു പോകാതെ കൃത്യമായി തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പിക്കണം. ഇതിനുശേഷം ലാമിനേറ്റഡ് പാനലുകൾ അതിൽ ഉറപ്പിക്കണം. ഈ ലാമിനേറ്റഡ് മെറ്റീരിയലുകൾ സ്റ്റാൻഡേർഡ് PVCയേക്കാൾ സ്ട്രോങ് ആണെന്ന് മാത്രമല്ല, ഇതൊരു എക്സ്ട്രാ സൗണ്ട് ആൻഡ് തെർമൽ ഇൻസുലേഷൻ ആയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. പിന്നെ ഇൻസുലേറ്റഡ് ചുമരുകൾ ചൂട് കുറയ്ക്കാനും പര്യാപ്തമാണ്. നമ്പർ 5, ഇൻസുലേഷൻ ഫോമുകൾ. ഇപ്പോൾ ഒരു വീട് വെക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ചൂടിനെ പ്രതിരോധിക്കുന്ന വിവിധ കാലാവസ്ഥകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്ന രീതിയിൽ പണിയുന്നതിനാണ്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ വീടുകളിൽ തന്നെ പോളിയൂറീത്തീൻ ഉപയോഗിച്ച് ഇൻസുലേഷൻ ചെയ്യാറുണ്ട്. നമ്മുടെ നാട്ടിലും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകൾ, തിയേറ്ററുകൾ എന്നിവിടങ്ങളിൽ ഉപയോഗിക്കാറുണ്ടിത്. അപ്ലൈ ചെയ്യാൻ വളരെ എളുപ്പമാണെന്നതും താരതമ്യേന ചിലവ് കുറവാണെന്നതും ഈ രീതിയെ കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നു. ഉയർന്ന ചൂടിനെയും തണുപ്പിനെയും പ്രതിരോധിക്കുമെന്നതാണ് പ്രധാന ഗുണം. ഇത് റൂഫിൽ മാത്രമല്ല ചുമരിലും ഇൻസുലേഷനായി ഉപയോഗിക്കാറുണ്ട്. ഇത്തരം ഇൻസുലേഷൻ ഉപയോഗിക്കുമ്പോൾ കെട്ടിടങ്ങളുടെ ഉൾഭാഗം തണുപ്പിക്കാൻ കൂടുതൽ ഊർജം ഉപയോഗിക്കേണ്ടി വരില്ലെന്നതുകൊണ്ട് തന്നെ ഇതൊരു നല്ല എനർജി സേവിംഗ് മെത്തേഡ് കൂടിയാണ്. അടിക്കടി മാറി വരുന്ന ടെക് ലോകത്തിലെ പുത്തൻ കാഴ്ചകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഫാക്സ് മോജോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നോട്ടിഫിക്കേഷൻ ഓൾ കൂടി പ്രസ് ചെയ്തേക്കണേ. നമ്പർ 4, ബോമാഗ് റോഡ് റോളർ. വലിയ വലിയ കൺസ്ട്രക്ഷൻ പ്രൊജക്ടുകളിലായാലും ഇഷ്ടപ്പെടുന്ന സ്ഥലത്ത് വീട് വെക്കാനായാലും മണ്ണിനെ പരുവപ്പെടുത്തിയെടുക്കേണ്ടി വരുമല്ലോ. അങ്ങനെ സോയിൽ കോമ്പാക്ടിംഗ് രംഗത്തെ ഭീമനാണ് ബോമാഗ് എന്ന് തന്നെ പറയാം. മണ്ണും പാറയും ഗ്രാവലും ഒക്കെ നിറഞ്ഞ ജർമ്മനിയിൽ നിന്നാണ് ബോമാഗ് BW226 എന്ന വമ്പൻ സോയിൽ കോമ്പാക്ടറിന്റെ വരവ്. വലിയ സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ടുകളായ എയർപോർട്ട്, റോഡ് കൺസ്ട്രക്ഷൻ മുതലായവയിലാണ് ബോമാഗിനെ കൂടുതലായും ഉപയോഗിക്കുന്നത്. 6.5 മീറ്ററോളം നീളവും 2 മീറ്റർ വീതിയുമുള്ള ബോമാഗിന് 25,174 കിലോഗ്രാം ഭാരമുണ്ട്. 200 HP എഞ്ചിനുള്ള ബോമാഗിന്റെ റോളറിന് 182 സെന്റിമീറ്റർ വീതിയും ലഭിക്കും. ഈ കാണുന്ന പാഡ് ഫുട്ട് ഷെൽ കിറ്റുകൾ കൂടി അറ്റാച്ച് ചെയ്താൽ പിന്നെ ഇവൻ വേറെ ലെവലാകും. സ്മൂത്ത് ആയിട്ടുള്ള പ്രതലത്തേക്കാൾ പശ്ചിമയുള്ള മണ്ണിനെ ഉപയോഗിക്കാൻ ഈ പാഡ് ഫുട്ട് ഡ്രം കോളറുകളാണ് നല്ലത്. ശക്തമായ വൈബ്രേഷനും ഉയർന്ന കോമ്പാക്ടിംഗ് പവറും ബോമാഗിനെ ടോപ്പ് ഫസ്റ്റ് സോയിൽ കോമ്പാക്ടറായി മാറ്റുന്നു. നമ്പർ 3, 3D റോഡ് ക്രോസിംഗ്. റോഡ് കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട മേഖലയിൽ ധാരാളം പുതുമകൾ വന്നതുപോലെ സീബ്ര ക്രോസിംഗിലും പുത്തൻ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിലൊന്നാണ് 3D പെഡസ്ട്രിയൻ ക്രോസിംഗുകൾ. അതായത് ഡ്രൈവർമാരുടെ ആദ്യ നോട്ടത്തിൽ ഈ ക്രോസിംഗ് ലൈനുകൾ വായുവിൽ ഉയർന്നു നിൽക്കുന്ന ബോക്സുകളായോ റോഡിൽ കുറച്ച് ബോക്സുകൾ കിടക്കുന്നതായോ ആയിരിക്കും മനസ്സിലാക്കുക. സ്വാഭാവികമായും അവർ വണ്ടി സ്ലോ ചെയ്യുമല്ലോ. ഇത് തന്നെയാണ് ഇത്തരമൊരു 3 ഡൈമെൻഷണൽ ക്രോസ് വാക്ക് കൊണ്ട് അവർ ഉദ്ദേശിച്ചതും. ഇന്ത്യയിൽ ആദ്യമായി ന്യൂഡൽഹിയിലും കേരളത്തിൽ ആദ്യമായി കണ്ണൂരിലും ഇതുപോലെയുള്ള സീബ്ര ക്രോസിംഗ് സ്ഥാപിച്ചിട്ടുണ്ട്. ഇത് നിർമ്മിക്കുന്നതിന് റോഡ് ക്ലീൻ ചെയ്ത് മാർക്ക് ചെയ്യുന്നതാണ് ആദ്യഘട്ടം. പിന്നെ മാർക്ക് ചെയ്ത് പെയിന്റ് ചെയ്ത് തുടങ്ങുന്നു. ഒടുവിൽ ഷെയ്ഡുകൾ കൂടി പൂർത്തിയാകുന്നതോടെ സീബ്ര ക്രോസിംഗ് റെഡിയായി. ഇതൊരു സൈക്കോളജിക്കൽ മൂവ് തന്നെയാണ്. നമ്പർ 2, കൺസ്ട്രക്ഷൻ പെയ്കോ. നിർമ്മാണവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഒരു പുതുമ കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന കമ്പനിയാണ് പെയ്കോ. വലിയ ഫാക്ടറികളിൽ നിർമ്മിച്ച് പാർട്സുകളാക്കി സൈറ്റിൽ എത്തിച്ചോ അല്ലെങ്കിൽ സൈറ്റിൽ നേരിട്ട് ചെയ്തോ എടുക്കാവുന്ന കോൺക്രീറ്റ് കണക്ഷനുകൾ, സ്ലിം ഫ്ലോറുകൾ, കോമ്പോസിറ്റ് ബീമുകൾ, വിൻഡ് മിൽ ടെക്നോളജികൾ മുതലായവയാണ് പെയ്കോയുടെ പ്രധാന പ്രത്യേകതകൾ. ഡെൽറ്റ ബീമുകളും ഇവർ നിർമ്മിക്കുന്നുണ്ട്. ആധുനിക രീതിയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ എളുപ്പത്തിൽ പണി കഴിയും. അതുകൊണ്ട് തന്നെ അവരുടെ പരസ്യത്തിൽ പോലും പെയ്കോയുടെ വഴിയെ പണിയൂ എന്നാണ് അവർ ടാഗ് ലൈനായി കൊടുക്കുന്നത് പോലും. സാധാരണ ബിൽഡേഴ്സിന് മുതൽ പവർ പ്ലാന്റ് നിർമ്മാതാക്കൾക്കും ഡിസൈനേഴ്സിനും വരെ പ്രയോജനപ്പെടുത്താവുന്ന ധാരാളം നൂതന സാങ്കേതിക വിദ്യകൾ അവരുടെ പക്കലുണ്ട്. നമ്പർ 1, ലൂയി വില്ലെ 2-in-1 ലാൻഡറുകൾ. ലൂയി വില്ലെ കമ്പനിയുടെ ഈ കാണുന്ന 2-in-1 ലാൻഡർ നിർമ്മാണ മേഖലയിൽ മാത്രമല്ല വീടുകളിൽ പോലും വളരെ അത്യാവശ്യമായ ഒന്നാണ്. ഇത് ഏതെങ്കിലും ചുമരിലേക്ക് ചാരിവെച്ച് സാധാരണ രീതിയിലുള്ള നമ്മുടെ ഏണിയായി ഉപയോഗിക്കാം. അതിനെ സഹായിക്കുന്ന ലോക്കിംഗ് സിസ്റ്റം ഇതിലുണ്ട്. ഇതിന്റെ V ആകൃതിയിലുള്ള ടോപ്പ് കൂടുതൽ സൗകര്യപ്രദമാണ്. കോർണറുകളിലും ഇത് ഈസിയായി ഉപയോഗിക്കാം. ഇനി സ്റ്റെപ്പ് ലാഡർ ആണ് വെക്കേണ്ടതെങ്കിൽ ഇങ്ങനെ അൺലോക്ക് ചെയ്യുകയേ വേണ്ടൂ. ഇതിന്റെ മുകൾ ഭാഗത്തുള്ള സ്ലോട്ടുകളിൽ നമുക്ക് ആവശ്യം വേണ്ട ടൂളുകളെല്ലാം വെക്കാനുമാവും.
മാത്രമല്ല സ്റ്റെപ്പുകൾ സ്ലിപ്പ് റെസിസ്റ്റന്റ് ആയതുകൊണ്ട് തെന്നിപ്പോകുമെന്ന പേടിയും വേണ്ട. 5 വ്യത്യസ്തമായ വലുപ്പത്തിലെത്തുന്ന ഇവയ്ക്ക് 136 കിലോഗ്രാം ഭാരം വരെ വഹിക്കാനാകും. ഇവയുടെ അടിഭാഗവും റബ്ബർ ത്രെഡുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആർക്കും ധൈര്യമായി കയറി നിൽക്കാം. ഇതും ആമസോണിൽ ലഭ്യമാണ് കേട്ടോ. ഇന്ന് നമ്മൾ കണ്ട വ്യത്യസ്തമായ കൺസ്ട്രക്ഷൻ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.